നമുക്ക് ഇനി നമ്മുടെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോകണം. വി കെ ശ്രീകണ്ഠനെ ഇന്ന് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, ഇക്ബാലാണ് നേരിട്ട് കണ്ടത്. ആർ റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. ആർ റോഷിപാൽ, വി കെ ശ്രീകണ്ഠൻ വിജയം തുടരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ വി കെ, അതായത് സി കെയുടെ കാര്യം ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി വി കെയുടെ കാര്യമാണ് അറിയേണ്ടത്. വി കെക്ക് ഇത്തവണ ഈ രണ്ട് കരുത്തരായ എതിർ സ്ഥാനാർത്ഥികളുണ്ട്. അതൊക്കെ മറികടന്ന് അവിടെ ഒരു ജയ തുടർച്ച എത്രത്തോളം എളുപ്പമാണ്? എന്തൊക്കെയാണ് മുന്നിലുള്ള വെല്ലുവിളികൾ? സുജയ, ഒന്ന് പാലക്കാട് നമുക്കറിയാം ഇടത് കോട്ടയാണെന്ന് അറിയപ്പെടുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. അവിടെ 2 പതിറ്റാണ്ടിന് ശേഷമാണ് കോൺഗ്രസിന്റെ വിജയ പതാക ഉയർന്നത്. അത് വി കെ ശ്രീകണ്ഠൻ എന്ന അന്നത്തെ DCC അധ്യക്ഷൻ മണ്ഡലം പിടിച്ചെടുത്തു. വലിയ ഭൂരിപക്ഷമായിരുന്നില്ല. ഒരുപക്ഷെ അനുകൂല തരംഗമുണ്ടായിട്ട് പോലും 11,000 ചില്ലാണം വോട്ടിന് മാത്രമാണ് ശ്രീകണ്ഠന് പാലക്കാട് വിജയിച്ച് കയറാൻ കഴിഞ്ഞത്. പക്ഷേ അതിന് തൊട്ടുമുമ്പ് സതീശൻ പാച്ചേനി പാലക്കാട് മത്സരിച്ചപ്പോഴും ഏതാണ്ട് വിജയത്തിനരികെ എത്തിയിരുന്നു. ഏതാണ്ട് 10,000-ൽ താഴെ, 5,000-ൽ താഴെ മാത്രം വോട്ടിനായിരുന്നു അന്ന് അവിടെയൊന്നും LDF സ്ഥാനാർത്ഥി വിജയിച്ചത്. ഏതായാലും ഇടതു കോട്ടയാണെങ്കിൽ പോലും കോൺഗ്രസിന് വലിയ വേരോട്ടമുള്ള മണ്ഡലങ്ങൾ കൂടിയാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും. ഏതായാലും കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ ഉടനീളം സജീവമായിരുന്നു വി കെ ശ്രീകണ്ഠൻ MP. അതുതന്നെയാണ് UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ പകരുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് മണ്ഡലത്തിലെ ഓരോ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെട്ടു, അതിന് പരിഹാരം കണ്ടു. മറ്റിടങ്ങളിലേക്ക് പോകാതെ മണ്ഡലത്തിൽ എപ്പോഴും വി കെ ശ്രീകണ്ഠൻ ഉണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ പോലും മണ്ഡലത്തിൽ മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ട വരുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന്റെ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ നിന്നും ഉണ്ടായിരുന്നില്ല. KPCC ചുമതലയുള്ള നേതാക്കളൊക്കെ വലിയ വിജയപ്രതീക്ഷ പങ്കിടുന്നുമുണ്ട്. നരേന്ദ്രമോദി വന്നാലും കുഴപ്പമില്ല, തന്റെ വിജയം ഉറപ്പെന്നാണ് വി കെ ശ്രീകണ്ഠൻ അഭിപ്രായപ്പെട്ടത്. റോഷിപാൽ, നമുക്ക് വി കെ ശ്രീകണ്ഠന്റെ പ്രതികരണം ഒന്ന് കണ്ടുവരാം. എത്രത്തോളം പ്രതീക്ഷയിലാണെന്ന് അറിയാം. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ജനദ്രോഹം അനുഭവിക്കാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. BJPക്കാരും CPM-കാരും കേരളത്തിൽ അവർക്ക് വോട്ടിയില്ല. ഇത്തവണ 20-ൽ 20 സീറ്റ് നേടും. ചരിത്രപരമായ വിജയമാണ് UDF-ന് ഉണ്ടാകാൻ പോകുന്നത്. റോഷിപാൽ, 20-ൽ 20 എന്ന് പറയുമ്പോൾ പാലക്കാട് അതിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട് എക്സ്പെക്ടേഷൻ അനുസരിച്ച്. പക്ഷേ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി, അങ്ങനെ ഒരു റിയാലിറ്റി ചെക്ക് അവിടെ നടക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന വിജയരാഘവന് മണ്ഡലത്തെയൊക്കെ നന്നായി അറിയാം. ഇടത് വേരോട്ടമുണ്ട്. അതൊക്കെ ഇത്തവണ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? സുജയ, പാർട്ടി അടിത്തറ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വിജയപ്രതീക്ഷ പകരുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിന് വി കെ ശ്രീകണ്ഠൻ എന്ന ജനപ്രതിനിധി കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ അതിൻ്റെ വിലയിരുത്തലാകുമെന്ന പ്രതീക്ഷ. രണ്ടാമത് MP രാജേഷ് എന്ന മികച്ച പാർലമെന്റേറിയനാണ് വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ മലർത്തിയടിച്ചത്. അതുകൊണ്ട് തന്നെ വിജയരാഘവൻ എന്ന CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവ് വി കെ ശ്രീകണ്ഠന് വലിയ വെല്ലുവിളിയാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. മാത്രം